ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരു കുഴിമന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മൾ പുറത്ത് കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയേക്കണമെന്ന് റെസിപ്പി ഒന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് പോലെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ എന്താണെന്ന് കാണാം. അതിനായിട്ട് ഒരു സവാള ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പിടിയോളം മല്ലിയില എടുത്തിട്ടുണ്ട്. പുതിനയും കൂടി ചേർത്തെടുക്കാവുന്നതാണ്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതെടുത്തിട്ടുണ്ട്. ഒരു മാഗി ക്യൂബും കൂടി എടുത്തിട്ടുണ്ട്. ഇനി സ്പൈസസ് ആയിട്ട് ചെറിയ ജീരകം 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മല്ലിയും കൂടി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള സ്പൈസസും കൂടി കൂട്ടിയെടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചോറ് വെക്കാൻ എടുക്കുന്ന ആ കടായിൽ തന്നെയാണ് ഇത് എടുക്കേണ്ടത്. അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാഗി ക്യൂബ് ഇട്ടതുകൊണ്ട് ഒരുപാട് ഉപ്പിട്ട് കൊടുക്കണ്ട. 1/2 ടീസ്പൂൺ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. അതും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി അതിലേക്ക് 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് വേവിക്കാനായിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു കുരുമുളക് പൊടി ഇടാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയത്ത് തന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനത് ആ സമയം വിട്ടുപോയത് കൊണ്ട് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് വേവാനായിട്ട് അടച്ചു വെക്കാം. ചിക്കൻ ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് പീസ് മാത്രം നമുക്ക് കോരിയെടുക്കാം. ഇനി ഇതിൽ നിന്ന് ആ വെള്ളം മാത്രം നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. നിങ്ങൾക്കൊരു അരിപ്പയിൽ ഊറ്റി വെക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ ചെയ്തിട്ട് ഒരു അരിപ്പക്കയിൽ കൊണ്ട് ഇതിലേക്ക് വീണിട്ടുള്ള മസാലകളെല്ലാം കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ വെള്ളത്തിലാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും സ്പൈസസൊക്കെ ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലോണം ഒന്ന് വഴറ്റി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. അതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും ഒരു തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്ത് എണ്ണ തെളിയുമ്പോഴേക്കും അരി വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൽ 2 കപ്പ് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചിട്ടുള്ള ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി സാധാരണ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി പുളിയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ജീരകശാല അരിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അത് 2 മണിക്കൂർ നേരം കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. റൈസ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിയതാണ്. പക്ഷെ നമുക്ക് പുറം ഭാഗം മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലയും, ഒരു 1/4 ടീസ്പൂൺ ഫുഡ് കളറും, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് അതും കൂടി ഒഴിച്ചു കൊടുക്കാം.
എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ആ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനിലൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടിയതാണ്. പുറമേ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് ഒരുപാട് സമയമൊന്നും വെക്കണ്ട, അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ചിക്കനെല്ലാം ഫ്രൈ ആയി കിട്ടിയതിന് ശേഷം നമുക്ക് മന്തി റെഡിയാക്കാം. മന്തി റെഡിയാക്കുന്നത് നമ്മൾ ആദ്യം ചിക്കൻ വേവിച്ച കടായിലാണ്. അതിൻ്റെ ആ മസാലയുടെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ചിക്കനും നിരത്തി വെക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ചിട്ടുള്ള ആ റൈസ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് ബാക്കിയുള്ള എണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 4-5 പച്ചമുളക് കുത്തി വെച്ച് പിന്നെ പുകയിട്ട് കൊടുക്കുന്നതിനായിട്ട് ഒരു കരി കത്തിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് ഒരു 10 മിനിറ്റ് അടച്ച് മൂടി വെക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അതിന് ശേഷം നമുക്ക് ആ മുകളിലെ റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് താഴെയുള്ള ചിക്കൻ്റെ പീസ് ഉടയാതെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ചിക്കൻ്റെ പീസെല്ലാം അതിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം മുകളിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള ആ റൈസും താഴെയുള്ള മസാല റൈസും കൂടി ഒരുപോലെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എന്നാലേ എല്ലാ ചോറിലും ആ മന്തിയുടെ ആ ഒരു മസാലൻ്റെ ടേസ്റ്റ് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ രുചി തന്നെയാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.